ഈ ഓൺടർപ്രണർഷിപ്പ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഈ ഓൺടർപ്രണർ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ്, ഈ ആൻഡ്രൂ ടീറ്റിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ അവർ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവരുടെ ലക്ഷറി ലൈഫ് സ്റ്റൈലും അവരുടെ കാർ കളക്ഷനൊക്കെ ഫ്ലെക്സ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒക്കെ കയ്യിലുള്ളവരെ വിന്നേഴ്സ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും ലൈഫിൽ ലൂസേഴ്സ് ആണ് എന്നുള്ള രീതിയിലുള്ളൊരു വെപ്പ്. ഈ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലുള്ള ലക്ഷറി കാസും ഇതേപോലെ ഒരു ലൈഫ് സ്റ്റൈലും വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഇത് ചേസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവരെ പോലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ നേടി? ഒബ്വിയസ്ലി ബിസിനസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നു. 1-2 ട്രൈക്ക് ശേഷം ഫെയിൽ ആവുന്നു. പിന്നെ ഡിപ്രഷൻ അടിച്ച് ലൈഫിലും എത്തിയില്ലല്ലോ, ഞാനൊരു ഫെയിലിയർ ആണോ എന്നുള്ള രീതിയിലുള്ള സെൽഫ് ഡൗട്ടും ഒക്കെ വന്ന് ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഹാപ്പിനെസ്സും കളഞ്ഞ് അവിടെ ഇരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു വലിയൊരു സ്ട്രഗിളിന് ശേഷം അവർക്ക് കിട്ടിയ റിവാർഡ്സ് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു സ്ട്രഗിളിങ് ഫേസിൽ അവർ കോംപ്രമൈസ് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവാം. ക്വാളിറ്റി ടൈം വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി, ലവ് റിലേഷൻഷിപ്സ്, ഇങ്ങനെ പല കോംപ്രമൈസുകളും അവർ വരുത്തിയിട്ടായിരിക്കും ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒക്കെ അവർ അക്വയർ ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒക്കെ അവരുടെ കയ്യിലുള്ളപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവർ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാനും ഇതേപോലെ കുറേ പ്ലാനൊക്കെ ഇട്ട്, എൻ്റെ പോലെ സിമിലർ പ്ലാൻസ് ഒക്കെ ഉള്ള എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്തായിരുന്നു. ഞങ്ങളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ആൾ 9-5 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ അത്യാവശ്യം വെൽ പെയ്ഡാണ്. ആളുടെ സാലറി വെച്ചിട്ട് ആളുടെ ഹോൾ ഫാമിലിനെ നോക്കാൻ പറ്റുന്നുണ്ട്. അച്ഛനമ്മ, വൈഫിനെ നോക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. ആൾക്ക് അത്യാവശ്യം നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അതും പറഞ്ഞിട്ട് ഇയർലി ആള് 2 ഇന്റർനാഷണൽ ട്രിപ്സ് അടിക്കും. അപ്പോൾ ആളെന്നോട് ചോദിച്ചതാ, ഈ സുഖ സൗകര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് എന്തിന് ആളെന്താവും എന്നുറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആ റിസ്ക് കൊടുത്ത് കുറെ ടെൻഷനും അടിച്ച് ഫ്രസ്ട്രേഷനും അടിച്ച് പ്രായത്തിന് മുമ്പ് മുടി നരപ്പിച്ചിരിക്കണം? എനിക്ക് ആള് പറഞ്ഞ കാര്യം ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നി. കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ആള് ലൈഫിൽ ഹാപ്പിയാണ്. പിന്നെ ആളെന്തിന് സ്വന്തമായിട്ട് ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ പോകണം? ഞാൻ അത് കഴിഞ്ഞിട്ടും പിന്നീട് ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തത് ആ ആൾക്ക് 9-5 ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഹാപ്പിനെസ് എനിക്ക് കിട്ടാണ്ടിരുന്നതുകൊണ്ടാണ്. ഇപ്പോഴും ഞാനൊരു എക്സ്പ്ലോറേഷൻ ഫേസിൽ, എന്നെ ഹാപ്പി ആക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പ്ലോറേഷൻ ഫേസിൽ. ലൈഫിൽ മീനിങ് എന്താണോ കൊണ്ടുവരുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴാണോ ഹാപ്പി ആവുന്നത് അതാണ് ചേസ് ചെയ്യേണ്ടത്. ഒരു കുറഞ്ഞ സാലറിയിലാണെന്നുണ്ടെങ്കിൽ പോലും, ഒരു കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഹാപ്പിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് ചില ആൾക്കാരുടെ എൻ്റർലി ഡിഫറെൻറ്റ് ജേണീനെ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ അവിടെയെങ്കിലും എത്തിയില്ലല്ലോ, ഞാനൊരു ലൂസറാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ജേണിയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ വേറെയാണ്. നിങ്ങൾ എവിടെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ ഒരു മൊമെന്റ്സ് മാക്സിമം ഫ്ലറിഷ് ചെയ്യുക.